അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു എന്റെ കൂടെയാണ്, അല്ലാഹു എന്റെ കൂടെയാ, അല്ലാഹു എന്നെ സാക്ഷി നിൽക്കുകയാണ്. എന്റെ ഊണിന്, എന്റെ ഉറക്കിന്, എന്റെ സകലമായ പ്രവർത്തനങ്ങൾക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാ. അല്ലാഹു നാദിരി, ഓരോ നിമിഷങ്ങളും അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ എങ്ങോട്ടാ ചിന്തിക്കുന്നത്, ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് വേണ്ട സകലമായ കാര്യങ്ങളും അല്ലാഹു ഓരോ നിമിഷങ്ങളും ചിന്തിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാ. ഇത് 3 വയസ്സുള്ളപ്പോഴാണ് ലോക പ്രശസ്തമായ വർത്തമാനം പറഞ്ഞത്. മഹാനായ സഅദ് ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു, അല്ലാഹു നാദിരി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലുണ്ടല്ലോ 3 വയസ്സുള്ള മക്കൾ, 4 വയസ്സുള്ള 4.5 വയസ്സുള്ള പെണ്ണുമക്കളുണ്ടല്ലോ. സിനിമാ പാട്ടുകൾ മാത്രം പാടാൻ പഠിക്കപ്പെട്ട, ദുനിയാവിന്റെ വൃത്തികെട്ട ആഭാസകരമായ നൃത്തങ്ങളുടെ അകമ്പടിയോട് തോന്നിവാസക്കാര് പടച്ചുവിടുന്ന ആഭാസരത്തിന്റെ പിന്നാലെ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ, മഹാനായ തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ കഥ പഠിക്കട്ടെ. അല്ലാഹു നാദിരി അല്ലാഹു മഈ, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സാക്ഷിയാണെന്ന് 3 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോനാ വിളിച്ചു പറയുക. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാമുനാ നബവി റളിയല്ലാഹു അൻഹു യതീമാണല്ലോ. പ്രിയപ്പെട്ട നബവി റളിയല്ലാഹു അൻഹു 40 വയസ്സുള്ളപ്പോൾ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ? 40 വയസ്സുള്ളപ്പോൾ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നതിന്റെ മുമ്പ് എത്രയെത്ര ഗ്രന്ഥങ്ങളാ രചിച്ചു പോയിട്ടുള്ളത്. 40 വയസ്സാകുമ്പോഴേക്ക് മരിച്ചുപോയി മഹാനുഭാവൻ രചിച്ച ലോക പ്രശസ്തമായ ഗ്രന്ഥം ശറഹു സഹീഹ് മുസ്ലിം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, സഹീഹായ ഹദീസുകളുടെ സമാഹാരമായ മാമുന മുസ്ലിം ഇബ്നു ഹജ്ജാജ് റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ലിം എന്ന ഗ്രന്ഥത്തിന്, സഹീഹ് മുസ്ലിം എന്ന ഗ്രന്ഥത്തിന് മനോഹരമായ ശറഹ്. റിയാദു സാലിഹീൻ കുഞ്ഞിമക്കളൊക്കെ ദർസിൽ ഓതി പഠിക്കുന്ന റിയാദു സാലിഹീൻ എന്ന ഗ്രന്ഥം തുടങ്ങി ഒരുപാട് ഗ്രന്ഥങ്ങളെ യതീമായി വളർന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ മനോഹരമായ തൂലികയിൽ നിന്ന് വിരാജിതമാവുകയാണ്. ഇന്നും നമ്മൾ നബവി ഇമാമിനെ ഓർക്കുകയാണ്, ഷാഫി ഇമാമിനെ ഓർക്കുകയാണ്, ശംസുൽ ഉലമയെ ഓർക്കുകയാണ്. വലിയ വലിയ മഹാരഥന്മാരെ ഓർമ്മയുടെ മട്ടുപ്പാവിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് എന്തിന്റെ പേരിലാ? കോടാനുകോടി സമ്പത്തിന്റെ ഉടമകൾ ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ. ലക്ഷക്കണക്കായ രൂപ എന്റെ അക്കൗണ്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീമ്പ് നടിച്ചുകൊണ്ട് ആളുകളുടെ മുമ്പിലൂടെ അഹങ്കാരത്തോടെ നടന്നുപോയ 10,000-കണക്കിന് കോടീശ്വരന്മാര് ആറടി മണ്ണിന്റെ പോയിൽ പൊട്ടിക്കറന്നുകൊണ്ട് കിടക്കുമ്പോ മഹാനായ ഷാഫി ഇമാം തങ്ങളെ നമ്മൾ സ്മരിക്കുകയാ. ഇവിടെ വരക്കൽ കിടക്കുന്ന മഹാനായ ശംസുൽ ഉലമ തങ്ങളെ നമ്മൾ ഓർക്കുകയാ. എന്തേ? അവർ ദുനിയാവിന് വേണ്ടി ജീവിച്ചവരല്ല, പണത്തിന്റെ പിന്നാലെ പോയവരല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് കുഞ്ഞുനാൾ മുതൽ പഠിച്ചുകൊണ്ട് ഈ സമുദായത്തിന് വേണ്ടി ജീവിതം അങ്ങ് സമർപ്പിച്ചു പോയതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ് ജീവിതം. മഹാനായ KK ഹസ്രത്ത് എന്ന് പറയുന്ന കേരളം കണ്ട മഹാനായ സാത്വികനായ മനുഷ്യന്റെ കഥ ഞാൻ പറയാം. ഇന്നും 10,000-കണക്കിന് വിദ്യാർത്ഥികളും മുതഅല്ലിമീങ്ങളും ഓർക്കുകയാണ്. മണാഞ്ചേരി മർകസ് തർബിയത്തുൽ ഇസ്ലാമി എന്ന ഉമ്മത്തിന്റെ അഭിമാനമായ സ്ഥാപനത്തിനകത്ത് ഓരോ വഖത്തിന്റെയും അവസാനം ദുആ ചെയ്യുന്നത് എന്താ? അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ ആരാണ് ഉണ്ടാക്കി വെച്ചത്? ഈ സ്ഥാപനം ആരാണ് അല്ലാഹുവേ ഉണ്ടാക്കിയതല്ലാ? ഓ മഹാനുഭാവന് നന്മ കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. 100-കണക്കായ മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും 5 വട്ടം ദിവസം ദുആ ചെയ്യുമ്പോ താനൂരിൽ കിടക്കുന്ന KK ഹസ്രത്ത് ഉസ്താദ് അവരുടെ ഹദ്റത്തിലേക്ക് 1000-കണക്കിന് ആമീനുകളാണ് കടന്നു വരുന്നത്. ആ സ്ഥാപനം ബഹുമാനപ്പെട്ടവരുണ്ടാക്കി വെച്ചപ്പോ അതിന്റെ കീഴിലായി 4,500-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഫി ബിരുദമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ജനമനസ്സുകളിലേക്ക് ആവേശത്തിന്റെ സമന്വയത്തിന്റെ വിദ്യാഭ്യാസ രീതി മനസ്സിലേക്ക് കൊണ്ടുവന്ന ആ മഹത്തായ സ്ഥാപനം ആരാണ് ഉണ്ടാക്കി വെച്ചത്? മഹാനായ സമസ്തയുടെ മഹാനായ പ്രസിഡന്റായിരുന്നു KK ഹസ്രത്ത് ഉസ്താദ് അവറുകളാണ്. ജീവിതത്തിൽ താഴ്മയുടെയും തഖ്വയുടെയും എമ്പാടും ജീവിതത്തിന്റെ മാതൃക കാണിച്ചു തന്ന ഓ മഹാനുഭാവന് 1000-കണക്കിന് മുതഅല്ലിമീങ്ങളുടെ ആമീനൊന്നും കിട്ടുകൊണ്ടിരിക്കുകയാണ്. സമ്പന്ന വർഗം 100-കണക്കിന് മരിച്ചു പോയിട്ടുണ്ടല്ലോ. ആരാണ് അവർ ഓർത്തുകൊണ്ട് പാട്ടുപാടുന്നത്? ആരാണ് അവർ ഓർത്തുകൊണ്ട് വാഴ്ന്നു പറയുന്നത്? ഏതെങ്കിലും ആളുകൾ ഓർക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട പൊന്നുമക്കൾ പോലും ഓർക്കുന്നില്ല.
സുബ്ഹാനഹു വ തആല അഭിമാനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ, അഭിമാനവും അതുപോലെ തന്നെ പ്രതാപവും കൊടുക്കുമെന്ന് പറഞ്ഞാൽ, മരിച്ചു പോയാലും ഓർക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമെന്നാണ്. നമ്മളൊക്കെ അങ്ങ് മരിച്ചു പോയാൽ തീർന്നല്ലോ നമ്മുടെ ഓർമ്മകള്. സലീം മരിച്ചു പോയാൽ സലീമിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ തീരുകയാ. നമ്മളങ്ങ് ഇവിടെ നിന്ന് മൃതിയടഞ്ഞു പോയാൽ നാളെ 4 പേരെങ്കിലും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യാ, നമ്മൾക്ക് വേണ്ടി സൽക്കർമ്മം ചെയ്യാ, നമ്മൾക്ക് വേണ്ടി ഫാത്തിഹ ചൊല്ലാൻ ഇവിടെ അവശേഷിച്ചിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, കോഴിക്കോട് കടപ്പുറത്തേക്ക് പ്രതീക്ഷയോടെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പരാജയമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു തന്ന ജീവിതത്തിന് എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? ഈ മനുഷ്യൻ ഇവിടെ ജീവിച്ചു പോയി, ഞാനെന്ന് പറയുന്ന ആള് അള്ളാന്റെ ദുനിയാവിൽ ജീവിച്ചു പോയി എന്ന് ആളുകളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുക. നാളെ വരുന്ന തലമുറകൾ നമ്മളെ ഓർത്തു പോകാൻ എന്തേ ചെയ്തതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സദസ്സിലുള്ള ചെറുപ്പക്കാരാ, സഹോദരങ്ങളെ, നാളെ നമ്മളെ ഓർക്കാൻ ആളില്ലെങ്കിലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ അനുഭൂതി നമ്മൾക്ക് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുത്ത മോനെ ഇൽമിന്റെ സദസ്സിലേക്ക്, നന്മയുടെ വൈത്താരകളിലേക്ക് കടന്നു വന്നോ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കിയ മഹാനായ ഇമാമുനാ നവവി റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുഞ്ഞുനാൾ മുതൽ ഷോപ്പിൽ നിൽക്കുന്ന ഷോപ്പ് കീപ്പർ ആയിരുന്നുവല്ലോ. ചെറുപ്പക്കാരൊക്കെ കടയിൽ പോയി നിൽക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ വാപ്പ ഈ പ്രിയപ്പെട്ട കുഞ്ഞിമോനെ എല്ലാ ദിവസവും കടയിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. കടയിൽ നിൽക്കുന്ന ഷോപ്പ് കീപ്പർ എന്ന് പറയുന്ന സെയിൽസ്മാൻ ആയിരുന്നു മഹാനായ നബി റളിയല്ലാഹു അൻഹു. കടയിൽ പോയി സാധനം എടുത്തു കൊടുക്കല്ല, ഒഴിവ് കിട്ടുന്ന നേരത്ത് കടയിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയത്. ആലോചിച്ച് നോക്കി, 40 വയസ്സിന്റെ ഇടക്കാണ് ലോകം കണ്ട ഏറ്റവും അത്ഭുതകരമായ പല ഗ്രന്ഥങ്ങളും രചിച്ചത്. അല്ലേ? ജീവിതവും നമ്മുടെ ആയുസ്സും നമ്മുടെ സമയവും അതിങ്ങനെ അങ്ങ് തീർക്കാനുള്ളതല്ല, അള്ളാഹ്ക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളതാണ്. നാളെ അള്ളാന്റെ കോടതിയിൽ എത്തുമ്പോ സമയം എന്തേ ചെലവഴിച്ചു? സിനിമ കണ്ടു പറയാം, സീരിയൽ കണ്ടു, അല്ലേ? അല്ലാതെ എന്താ നമുക്ക് പറയാനുള്ളത്? പാതിരാത്രി വാതിൽ വെച്ചു, എനിക്കത് ഇരിക്കാൻ പറ്റുന്നില്ല, നന്മയുടെ വായ്ത്താരകൾ ഇവിടുന്ന് പറയപ്പെടുന്നു, എനിക്കത് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്മയുടെ സദസ്സിനോട് കൊഞ്ഞനം കുത്തുന്നവർ ആലോചിക്കണം, നാളെ അല്ലാഹുവിന്റെ കോടതി എന്താണ് നമ്മൾക്ക് എടുത്തു വെക്കാനുള്ളത്. ഇവിടുത്തെ പാവപ്പെട്ട ഉമ്മമാർ അൽഹംദുലില്ലാഹ് ഇവിടെ മഗ്രിബ് 7 മണി മുതൽ വന്നുകൊണ്ട് കസേരയിൽ സീറ്റ് പിടിച്ചിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നിസാർക്ക് എന്നോട് പറഞ്ഞു, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ നമ്മൾക്ക് എന്തെങ്കിലും എടുത്തു വെക്കാൻ പറ്റണം. ഇൽമിന് ഒരുപാട് കൊടുക്കാൻ പറ്റിയില്ല, റബ്ബേ ഞാൻ നിന്റെ ദീന് പറയുന്ന സദസ്സിലിരുന്നു, കേൾക്കുന്നു, അത് തീരുന്നത് വരെ സദസ്സ് ഭംഗിയാക്കി ഞാനിരുന്നു. നമ്മൾക്ക് പറയാൻ പറ്റണം. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പൊന്നുമോൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് നമ്മൾ പഠിപ്പിക്കല് അത് ബാപ്പയുടെയും ഉമ്മയുടെയും ഉത്തരവാദിത്തമാണ്. എന്റെ മോൻ എത്രയായിട്ടും പഠിക്കുന്നില്ല, എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, മോന് മദ്രസ പോകാൻ തീരെ താല്പര്യമില്ല. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്, മക്കൾ പഠിക്കാതെ തോന്നിയ പോലെ ആയി പോകുന്നത് എന്തുകൊണ്ടാണ്. ഇവിടെ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഒരു ഉമ്മ എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അവന് മോഷണ കേസിൽ പിടിക്കപ്പെട്ട് അല്ലെ വളരെ സങ്കടത്തിന്റെ അവസ്ഥയിലാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അള്ളാഹു ആ മോനെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, ആ മാതാവിന്റെ സങ്കടം അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇൽമിന്റെ വൈതാരകളിലേക്ക് വരണമെങ്കിൽ ബാപ്പക്കും ഉമ്മക്കും വലിയ റോളുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് പറയുന്നു, സഹാബാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു കിട്ടണമെങ്കിൽ, വിജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷ്മയോടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഹലാലായ ഭക്ഷണം കഴിക്കണേ, ഹലാലായ ത്വയ്യിബായ ഭക്ഷണം കഴിക്കണേ. ഹറാമിന്റെ അതുപോലെയുള്ള ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത് ഹറാമിന്റെ ഭക്ഷണമാണെങ്കിൽ നിങ്ങൾക്ക് ഇൽമു കിട്ടൂല, നിങ്ങൾക്ക് അറിവ് കിട്ടൂല. നിങ്ങൾക്ക് റബ്ബിന്റെ മഹത്തായ നൂറായ തെറ്റ് ചെയ്ത് നടക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ നൂറായ ഇൽമ് നിങ്ങൾക്ക് കിട്ടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ സഹോദരങ്ങൾ സഹോദരിമാര് മനസ്സിലാക്കണേ. പലിശയുടെ പിന്നാലെ പോകുമ്പോ, ബാങ്ക് ലോണിന്റെ പിന്നാലെ പോകുമ്പോ, ഹറാമായ പൈസയുടെ പിന്നാലെ പോകുമ്പോ ആ ഭക്ഷണമാണ് പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് കൊടുത്തു പോകുന്നതെങ്കിൽ ഒരിക്കലും തന്നെ അള്ളാന്റെ ഇൽമു പഠിക്കാൻ പറ്റൂല. ഉസ്താദേ, ഞാൻ ഒരുപാട് അങ്ങനെ ചെയ്തു പോയി, ഇനി എന്താണ് ചെയ്യാൻ പറ്റുക? പൊട്ടിക്കരഞ്ഞ പൊന്നുമോളെ, പൊട്ടിക്കരഞ്ഞ പൊന്നുമോനെ, അള്ളാഹു അതിനാണ് ഈ അവസരം നൽകിയത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ സദസ്സിൽ വന്നുകൊണ്ട് റബ്ബേ, ഇന്നേവരെ ഹറാമിന്റെ ഭക്ഷണമാണ് ഞാൻ കഴിച്ചത്, ഹറാമിന്റെ ഭക്ഷണമാണ്, ഹറാമിന്റെ വസ്ത്രമാണ്, ഹറാമിന്റെ യാത്രകളാണ് ഞാൻ ചെയ്തത്. അല്ലാ, നാളെ നിന്റെ കോടതിയിലേക്ക് വരുമ്പോ നീ പൊറുത്തു തരണേ അല്ലാ, നീ പൊറുക്കണേ.